നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിക്കാതെ പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം. പൊന്നാനി ബസ് സ്റ്റാൻഡ് വികസന പദ്ധതിയിൽ വീണ്ടും ഉരുണ്ടുകളിയാണ് അധികൃതർക്ക്. നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത നിയന്ത്രണത്തിന്റെ അറിയിപ്പ് വരെ പുറത്തിറക്കിയതാണ്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി ബസ്സുകൾക്ക് താൽക്കാലികമായി മറ്റൊരിടം വരെ കണ്ടെത്തി നൽകി. പക്ഷേ ഇപ്പോഴും സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. കൊട്ടിഘോഷിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയതല്ലാതെ മറ്റൊന്നും നടന്നില്ല. മാർച്ച് അവസാനത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞാണ് തറക്കല്ലിട്ടത്. പി നന്ദകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരേ സമയം 9 ബസ്സുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ശുചിമുറി കോംപ്ലക്സ്, കാത്തിരിപ്പ് കേന്ദ്രം, ലഘുഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് സ്റ്റാൻഡ്. യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.